ഹായ് മാം, ഒരു ബിസിനസ്സിൽ ലിക്വിഡ് ടൈപ്പ് പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് സെക്ഷനിലേക്ക് എന്തൊക്കെ മെഷീൻസാണ് ആവശ്യങ്ങൾ വരുന്നത്? ലിക്വിഡ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ജ്യൂസ്, കോക്കനട്ട് ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസാണ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഐറ്റംസ് നമ്മൾ ബോട്ടിൽ ഒരു 80% ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ബോട്ടിലാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിലേക്ക് പാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസിനെ പറ്റി പരിചയപ്പെടാം. ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും ജ്യൂസൊക്കെ ആണെങ്കിലും നമുക്കൊരു മാനുവൽ മെഷീൻ, നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മാനുവൽ ഫില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച്, അതൊരു പമ്പ് ബേസ്ഡ് മെഷീനാണ്. അപ്പോൾ ആ മെഷീൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബോട്ടിൽ ഫില്ല് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് അളവ് എത്ര വേണം ആ അളവിലേക്ക് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടണം, കുറച്ചുകൂടി ഇഫക്റ്റീവായി എഫിഷ്യൻസിയിൽ പ്രോഡക്റ്റ് ഫില്ല് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ന്യൂമാറ്റിക് ടൈപ്പ് ഓഫ് മെഷീൻസ്, ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇത് സിംഗിൾ ഹെഡായിട്ടും അവൈലബിൾ ആണ്, ഡബിൾ ഹെഡായിട്ടും അവൈലബിൾ ആണ്. എന്താണോ നിങ്ങളുടെ പെർ ഡേ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്ക് ഈ ലിക്വിഡ് മെഷീൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റ് വിസ്കസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹണി, നെയ്യ് അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പേസ്റ്റ് ഫില്ലിംഗ് മെഷീൻസിലേക്ക് നമുക്ക് പോകാം. പേസ്റ്റ് ഫില്ലിംഗ് മെഷീൻസ് ഒരു 50 ml തൊട്ട് മുകളിലേക്ക് അവൈലബിൾ ആണ്. അതും മാനുവൽ ഓപ്പറേറ്റഡും അതുപോലെ സെമി ഓട്ടോമാറ്റിക്കും ന്യൂമാറ്റിക് ടൈപ്പും ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നെയ്യൊക്കെ ആണെങ്കിൽ, ചെറിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാനുവൽ മെഷീൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഫില്ല് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ഹെഡ്, സിംഗിൾ ഹെഡ് ന്യൂമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. സോ ഈ മെഷീൻസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഹാൻഡ് ടച്ച് ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ബോട്ടിലേക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമ്മൾ ഫില്ലിങ്ങിനെ പറ്റി പറഞ്ഞു. ഫില്ല് ചെയ്തിരിക്കുന്ന ബോട്ടിലുകൾ അതിന് നമുക്കിനി ക്യാപ്പ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ക്യാപ്പിംഗ് മെഷീൻസ്. അപ്പോൾ നമ്മളുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മെറ്റീരിയൽ, അത് പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ മെറ്റൽ ടൈപ്പ് ആകാം. ആ മെറ്റീരിയലിനനുസരിച്ചും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഡയാമീറ്റർ അനുസരിച്ചാണ് നമ്മൾ ക്യാപ്പിംഗ് മെഷീൻ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി, നിങ്ങൾ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചും ക്യാപ്പ് സീലിംഗ് മാനുവൽ വേണമെങ്കിൽ നമുക്ക് മാനുവൽ ചൂസ് ചെയ്യാം. അല്ല പ്രൊഡക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ക്യാപ്പിംഗ് സീലിംഗ് വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്യാപ്പിംഗ് മെഷീൻ വെച്ചിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ബോട്ടിലിനെ ഈവൻ പ്രഷർ കൊടുത്ത് നമുക്ക് സ്മൂത്തായിട്ട് ക്യാപ്പ് സീലിംഗ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലെല്ലാം ലീക്കേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കിതിനെ ഫോയിൽ കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻസാണ് ഇൻഡക്ഷൻ സീലിംഗ് മെഷീൻസ്. സോ നിങ്ങളുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് മാനുവൽ, സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. മാനുവൽ മെഷീൻസ് ആകുമ്പോൾ നിങ്ങളുടെ വളരെ കുറച്ച് പ്രോഡക്റ്റ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഈ മെഷീൻസിനെ ഓരോ ബോട്ടിലിനെ എടുത്ത് ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇൻഡക്ഷൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺവെയർ സിസ്റ്റം ഉപയോഗിച്ച് സെമി ഓട്ടോമാറ്റിക് മെഷീൻസാണ്. ഓരോ ബോട്ടിൽസ് ഈ കൺവെയറിലൂടെ നമുക്ക് കടത്തിവിടാം. അത് ഇൻഡക്ഷൻ സീൽ ചെയ്ത് പുറത്തേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നിങ്ങൾക്ക് മാനുവൽ ഇൻഡക്ഷൻ സീലേഴ്സ് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ സീലേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ലേബലിംഗ് മെഷീനെ പറ്റി പരിചയപ്പെടാം. നമ്മുടെ ബോട്ടിലിൽ ലേബിൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലേബലിംഗ് മെഷീൻസ്. സോ നിങ്ങളുടെ ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിന് അനുയോജ്യമായ ലേബലിംഗ് മെഷീൻസ് നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ മാനുവൽ ലേബലിംഗ് മെഷീൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി വലുതാണെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ലേബലിംഗ് മെഷീൻസ് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഒരു ലേബലിംഗ് മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ ലേബിൾ ചെയ്യുമ്പോൾ ഈവനായിട്ട് നിങ്ങളുടെ എല്ലാ ബോട്ടിലും ലേബിൾ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഈവനായിട്ട് എല്ലാ ബോട്ടിൽസും ഡിസ്പ്ലേ ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ലൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാനും നിങ്ങളെ സഹായിക്കും. അടുത്തതായിട്ട് നമുക്ക് മാനുവൽ ബാച്ച് കോഡിംഗ് മെഷീൻസിനെ പറ്റി പരിചയപ്പെടാം. FFSI ആൻഡ് ലീഗൽ മെട്രോളജി റിക്വയർമെൻറ്റ് പ്രകാരം ബാച്ച് കോഡ്, MRP, മാനുഫാക്ചറിങ്, എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം ബോട്ടിൽ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാച്ച് കോഡിംഗ് മെഷീൻസ്. സോ നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ മാനുവൽ കോഡിംഗ് മെഷീൻസ് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവെയർ സിസ്റ്റം വെച്ചിട്ട് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് ബോട്ടിലിൽ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബാച്ച് കോഡിംഗ് സ്റ്റിക്കേഴ്സ് ഡയറക്റ്റ്ലി ബോട്ടിലിൽ ഒട്ടിക്കുന്നതിൽ എത്രയോ ബെറ്ററാണ് നമ്മൾ ഈ ബാർ കോഡിംഗ് മെഷീൻസ് ഉപയോഗിച്ച് ഡയറക്റ്റ്ലി ബോട്ടിലിൽ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തു, ക്യാപ്പ് സീൽ ചെയ്തു, ഇൻഡക്ഷൻ സീൽ ചെയ്തു, ലേബൽ ചെയ്തു, ബാച്ച് കോഡ് അടിച്ചു. ഇനി നമ്മുടെ പ്രോഡക്റ്റ് ബണ്ടിൽ ചെയ്ത് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യണം. സോ അതിന് നിങ്ങൾ
ഫിലിം യൂസ് ചെയ്താണ് ബണ്ട്ലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷ്രിങ്ക് ടണൽ മെഷീൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 10 മുതൽ 12 വരെയുള്ള ബോട്ടിലുകൾ ഒരുമിച്ച് വെച്ച് ഈ ഷ്രിങ്ക് ടണൽ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷ്രിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു വെബ് സീലറിൻ്റെ സഹായത്തോടു കൂടി ഷ്രിങ്ക് ടണൽ മെഷീൻ വെച്ച് നമുക്ക് ഷ്രിങ്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ബോട്ടിൽ നിങ്ങൾ കാട്ടൺ ഉപയോഗിച്ചാണ് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാട്ടൺ സീലർ മെഷീൻസ് നിങ്ങളെ സഹായിക്കും. അതിനെ നന്നായിട്ടൊന്ന് സ്ട്രാപ്പ് ചെയ്യാനായിട്ട് സ്ട്രാപ്പിംഗ് മെഷീൻസും നിങ്ങളെ സഹായിക്കും. സോ നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി അനുസരിച്ച് മാനുവൽ മെഷീൻസ് വേണോ സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻസിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ബോട്ടിൽ നമ്മൾ ലോഡ് ചെയ്യുകയും അത് ഫില്ല് ചെയ്ത് ക്യാപ്പ് ചെയ്ത് ഇൻഡക്ഷൻ സീൽ ചെയ്ത് ലേബൽ ചെയ്ത് ബാർകോഡ് അടിച്ച് പുറത്തേക്ക് നമുക്ക് വരും. സോ നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി അനുസരിച്ചും നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചും നിങ്ങൾക്ക് ഏത് മെഷീൻ വേണം, സെമി ഓട്ടോമാറ്റിക് വേണോ ഓട്ടോമാറ്റിക് വേണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.